ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും നമ്മൾ ഹാംസ്റ്റർ കോമ്പാറ്റിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ സീസൺ 1 എയർ ഡ്രോപ്പിൻ്റെ സ്നാപ്ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് പറയാനായിട്ട് പോകുന്നത് സീസൺ 2 എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ ഇനിയും നിങ്ങൾ ഈ ഒരു ഗെയിം സീസൺ 2 കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെയാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സമയം വൈകാതെ നമുക്ക് നേരെ വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ടീം നേരത്തെ അനൗൺസ് ചെയ്ത പോലെ തന്നെ അവർ സ്നാപ്ഷോട്ടും കാര്യങ്ങളൊക്കെ ഇന്നലെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരേക്കും നിങ്ങളുടെ സീസൺ 1 എയർ ഡ്രോപ്പിൻ്റെ വിഡ്രോവലും കാര്യങ്ങളൊന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. അതായത് ഇന്ന് ഉച്ചയ്ക്ക് 1:30 മുന്നേ നിങ്ങളിവിടെ സബ്മിറ്റ് ചെയ്യണമെന്ന് ഇവരിവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ ട്വിറ്റർ അപ്ഡേറ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ വിഡ്രോവൽ അഡ്രസ്സ് അല്ലെങ്കിൽ വിഡ്രോവൽ മെത്തേഡ് സെലക്ട് ചെയ്തതിന് ശേഷം ആ സെലക്ട് ചെയ്ത മെത്തേഡിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഗ്രീൻ ടിക്ക് വന്നിട്ടുണ്ടോ എന്നൊരു കാര്യവും കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. പ്രത്യേകം ആ ഒരു കാര്യം നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്യുക ഇന്ന് 1:30 മുന്നേ ആയിട്ട്. അതുപോലെ തന്നെ സീസൺ 1 സ്നാപ്ഷോട്ടിന് ശേഷം ഇവർ ഡയറക്റ്റായിട്ട് സീസൺ 2 പോയിട്ടുള്ളത്. അവർ അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു സീസൺ വെച്ചിട്ടുണ്ട്. ഈ ഒരു സീസൺ പറയുന്നത് ഇൻ്റർലൂഡ് സീസൺ എന്നാണ്. ഇതിൽ നമുക്ക് ഡയമണ്ട്സ് ആണ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ പുതിയ ഹാംസ്റ്റർ കോമ്പാറ്റ് ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയി വന്നിട്ട് അവിടെ നേരത്തെ നമുക്ക് കോയിൻസ് ആയിരുന്നു, പകരം ഇപ്പം ഡയമണ്ട്സ് ആണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു സീസണിൽ നിങ്ങൾക്ക് ഡയമണ്ട്സ് ആണ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത്. 2 ആഴ്ചയായിരിക്കും ഈ ഒരു സീസൺ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇവരിവിടെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഇൻ്റർലൂഡ് ആൻഡ് ഫാമിംഗ് ഡയമണ്ട്സ് വിൽ ഗിവ് യു ആൻ അഡ്വാൻറ്റേജ് ദാറ്റ് വിൽ കം ഹാൻഡി ഇൻ ദ അപ്കമിങ് സീസൺ. അതായത് ഇപ്പം നിങ്ങൾ എത്രത്തോളം ഡയമണ്ട്സ് ഏൺ ചെയ്യുന്നോ ആ ഒരു ഡയമണ്ട്സിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് അടുത്ത സീസൺ എയർ ഡ്രോപ്പിൽ ഉണ്ടാവും എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഡയമണ്ട്സ് ഏൺ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ സീസൺ 1 എയർ ഡ്രോപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ അധികം അക്കൗണ്ടുകൾ ബാൻ ആയിട്ടുണ്ട്. സോ നിങ്ങൾ ബാൻ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് സേഫ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ബോട്ട് തുറക്കുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സേഫ് ആണ്. സീസൺ 1 ഈസ് ഓവർ, എയർ ഡ്രോപ്പ് സെപ്റ്റംബർ 26 എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തരത്തിലുള്ളൊരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിന് യാതൊരുവിധ കുഴപ്പമില്ല. മറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വന്നിട്ടുള്ളത്, അഥവാ ചീറ്റിംഗ് ഈസ് ബാഡ് എന്ന് കാണിച്ച് യു ഹാവ് ബീൻ ചീറ്റിംഗ് ഇൻ ദി സീസൺ എന്ന് പറഞ്ഞിട്ട് ആണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സീസണിൽ യാതൊരുവിധ റിവാർഡ്സും കാര്യങ്ങളും ഒന്നും കിട്ടാനായിട്ട് പോകുന്നില്ല. എനിക്ക് തോന്നുന്നു കീസൊക്കെ മറ്റ് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ വെച്ച് ജനറേറ്റ് ചെയ്ത ആളുകൾക്കാണ് പണി കിട്ടിയിട്ടുള്ളത്. അല്ലാത്ത രീതിയിൽ ആളുകൾ ബാൻ ആയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ പുതിയ ഇൻ്റർഫേസിൽ അടിമുടി മാറ്റങ്ങളാണുള്ളത്. നേരത്തെ കോയിൻസിന് പകരം നമുക്കിപ്പം ഡയമണ്ട്സ് ആണ് കാണാനായിട്ടുള്ളത്. നിങ്ങളിതിൽ തീർച്ചയായിട്ടും ഇനിയും ഫാം ചെയ്യുന്നുണ്ടെങ്കിൽ ഡയമണ്ട്സ് മാക്സിമം ഏൺ ചെയ്യുക. പ്രോഫിറ്റ് പെർ അവറൊക്കെ ഇപ്പോൾ ഡയമണ്ട്സിലേക്ക് മാറിയിട്ടുണ്ട്. പുതിയ കാർഡ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഡയമണ്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ മിനി ഗെയിം സെയിം തന്നെയാണ്. ഇന്നത്തെ മിനി ഗെയിം ഞാൻ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിലിടാം. അതുപോലെ തന്നെ കുറേ അധികം എക്സ്റ്റേണൽ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കളിക്കുമ്പോൾ നമുക്ക് ഡയമണ്ട്സ് ആണ് കിട്ടുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഇനി ഈ ഒരു സീസൺ 2 അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർലൂഡ് സീസണൊക്കെ നമ്മൾ പ്ലേ ചെയ്യണോ എന്നുള്ള ചോദ്യമാണ്. തീർച്ചയായിട്ടും അത് നമുക്ക് നമ്മുടെ സീസൺ 1 എയർ ഡ്രോപ്പ് അലോക്കേഷൻ വന്നിട്ടേ കൃത്യമായിട്ട് തീരുമാനിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് ആ ഒരു സീസൺ 1 എയർ ഡ്രോപ്പിൽ എത്രത്തോളം ഹാംസ്റ്റർ ടോക്കൺസ് കിട്ടിയിട്ടുണ്ട് എന്ന് അറിയാനായിട്ട് പറ്റുവാണെങ്കിൽ നമുക്ക് ഏകദേശം എത്ര ഡോളർ വർത്തായിട്ടുള്ള എയർ ഡ്രോപ്പ് നമുക്ക് എല്ലാവർക്കും കിട്ടും എന്ന് അറിയാനായിട്ട് പറ്റും. അപ്പം ആ ഒരു ഇത് നിങ്ങൾ കമ്പയർ ചെയ്യുക. അതായത് നിങ്ങൾ എത്രത്തോളം ടൈം ഹാംസ്റ്റർ കോമ്പാറ്റിൽ സ്പെൻഡ് ചെയ്ത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം റിവാർഡ്സ് അതിൽ നിന്ന് കിട്ടി. അപ്പം നമുക്ക് ആ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നവരെ തീർച്ചയായിട്ടും കാത്തിരിക്കാം. അപ്പം നമുക്ക് അറിയാനായിട്ട് പറ്റും നമ്മൾ സ്പെൻഡ് ചെയ്ത ടൈമും കാര്യങ്ങളൊക്കെ വൃത്തിയാണോ ഇല്ലയോ എന്ന്. തീർച്ചയായിട്ടും കുറേ അധികം അക്കൗണ്ടുകൾ ബാൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സീസൺ 1 എയർ ഡ്രോപ്പ് എലിജിബിൾ യൂസേഴ്സിൻ്റെ എണ്ണം കുറച്ച് കുറയുമായിരിക്കും. പക്ഷേ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഭാഗത്തു നിന്ന് എത്രത്തോളം യൂസേഴ്സ് എലിജിബിൾ ആണ്, അതുപോലെ തന്നെ 60% എത്ര ശതമാനം ടോക്കൺസ് ആണ് ഇവർ സീസൺ 1 എയർ ഡ്രോപ്പിനായിട്ട് മാറ്റി വെക്കുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരാനായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് അത് അറിയാനായിട്ട് പറ്റും എന്ന് വിചാരിക്കുന്നു. 26-ാം തീയതിയാണ് എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്.
അപ്പം നമുക്ക് എന്തായാലും അതുവരേക്കും കാത്തിരിക്കാം. നമുക്ക് എന്തായാലും അലോക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടും നമ്മൾ സ്പെൻഡ് ചെയ്ത ടൈമിന് ഇത് വെർത്താണോ ഇല്ലയോ എന്ന്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള വലിയൊരു അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.